ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഒരു 6:30-7 മണിക്ക് ആയിട്ടുണ്ടാവും ഏകദേശം എഴുന്നേറ്റപ്പം. കുറച്ച് നേരമൊക്കെ ഇരുന്ന് പതുക്കെ അടുക്കളയിലേക്ക് വന്ന്, സൺഡേ ആണല്ലോ അപ്പോൾ ഇത്തിരി റിലാക്സൊക്കെ ചെയ്ത് വന്നതാ. ഒരു ഇത്തിരി ചായ വെച്ചു കേട്ടോ. എനിക്കും ചേട്ടനും മാത്രമേ വേണ്ടോ, ഇനി എങ്ങാനും ശ്രീകൂട്ടൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് മാത്രമാണ് ഞാനിപ്പോൾ കൂടുതൽ വയ്ക്കുള്ളൂ. അങ്ങനത്തെ ചായ നമ്മൾ എടുത്തു കഴിഞ്ഞ് അരിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ആറ്റി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എനിക്കിതിരി പാലൊക്കെ അധികം ഒഴിച്ച ചായയാണ് ഇഷ്ടം. വെള്ളം പോലത്തെ ചായ ഇഷ്ടമില്ല കേട്ടോ. അതേപോലെ മധുരം കുറവും കടുപ്പം കൂടുതൽ അങ്ങനത്തെ ചായയാണ് അടിപൊളി ചായ എന്ന് എനിക്ക് തോന്നുക. ഓരോരുത്തർക്കും ഇഷ്ടം മാറി മാറി ഉണ്ടാവും. ചിലവർക്ക് വെള്ളം പോലത്തെ ചായ ഇഷ്ടമുള്ളവരുണ്ടാവുക, എന്താ പറയുക, ചിലവർക്ക് നല്ല കട്ടിയുള്ളതും മധുരം കൂടുതലുള്ളതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എനിക്ക് മധുരം കുറവും കടുപ്പം കൂടുതലും അത്യാവശ്യം പാലൊഴിച്ചൊരു ചായയാണ് ഇഷ്ടം. അത് അധികം ഒന്നും വേണ്ട, ഇത്ര ചെറിയൊരു കപ്പിൽ അത്രയും എടുക്കുള്ളൂ കേട്ടോ. വലിയ ഗ്ലാസ്സിലൊന്നും ആവശ്യമില്ല. അങ്ങനെ ആദ്യം ചായ ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പതുക്കെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ബ്രഷൊക്കെ ചെയ്ത് പതുക്കെയാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ദേ വന്നിട്ട് പഞ്ഞിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഞ്ഞിയപ്പത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല കൃത്യമായിട്ട് അളവുകൾ പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ കൃത്യമായിട്ട് അളവുകളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടാവും. ബാക്കി ഉണ്ടെങ്കിൽ നാളേക്ക് വെക്കാം. ഇത് തന്നെ വെള്ളയപ്പത്തിൻ്റെ ഏകദേശം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനുണ്ടാവുക. നാളികേരം ഉടയ്ക്കണം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഒരു കണ്ണ് പൊത്തി പിടിച്ച് ഒറ്റയടിക്ക് പോരുമല്ലോ, അങ്ങനെ പോരാറൊന്നുമില്ല. പക്ഷെ ഇന്ന് കറക്റ്റായിട്ട് പൊട്ടിപ്പോന്നു കേട്ടോ. അതെടുത്ത് ആദ്യത്തിനോട് ചെരുകാൻ പറഞ്ഞു. ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായില്ല, ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചോറ് ചേർത്തു. ഇതിൽ വെള്ളയപ്പത്തിൽ നമുക്ക് കുറച്ച് ചോറേ ചേർക്കണ്ടോ, ഇതിൽ പക്ഷെ നന്നായിട്ട് ചോറ് ചേർക്കണം. എന്ന് വെച്ചാൽ പഞ്ഞിയപ്പല്ലേ, പഞ്ഞി പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചോറ് ഇത്തിരി അധികം ചേർക്കണം. അതേപോലെ പഞ്ചസാര ഇത്തിരി കുറവാണ് ചേർക്കേണ്ടത്. കൂടുതൽ ചേർത്താൽ മൊരിഞ്ഞിരിക്കും കേട്ടോ. പക്ഷെ ഞാനിതിൽ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. പഞ്ചസാര കുറവ് ചേർത്താലാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുക. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് പൊന്തി കിട്ടണം. തലേ ദിവസം ചെയ്യണമെന്ന് വെച്ചാൽ 1 നുള്ള് അല്ലെങ്കിൽ 2 നുള്ളൊക്കെ ഈസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇത്തിരി കൂടുതലിട്ടോ. ഞാൻ അരമുറി ഇട്ടിട്ടുള്ളതിലേക്ക് 3/4 മുറിയോ ഒരെണ്ണമൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ പഞ്ഞിയപ്പത്തിലേക്ക്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ഷോർട്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ആ നാളികേര വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. ചോറ് മാത്രമല്ലേ അരയ്ക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കൂടുതലിട്ടിട്ട്, എൻ്റെ വലിയ മിക്സിയിൽ വലിയ ജാറാണ്, കൂടുതലിട്ട് ഒരു 3 റൗണ്ടായിട്ട് തന്നെ അരച്ചെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് വെള്ളം പോലെ ആവണ്ട, എന്നാൽ നല്ല കട്ടിയിലേക്ക് നന്നായിട്ട് അരച്ച് കിട്ടും വേണം. അങ്ങനെ അതിൽ വെച്ച് അടിക്കണം. വേറെ ചോറ് വയ്ക്കുക വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഇത് അടിച്ചെടുത്തും കണ്ടിട്ട് വെച്ചാലല്ലേ ഇത് പൊന്തി കിട്ടുള്ളൂ. തലേദിവസം ചെയ്തിട്ടില്ലല്ലോ. അരിപ്പൊടി ആയ കാരണം കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് തലേദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ടും ചെയ്യാം കേട്ടോ. തലേദിവസം ആട്ടി വയ്ക്കാം. എന്നിട്ട് ഇതെല്ലാം അടിച്ച് ഈ ഒരു പോണിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പൊന്തി വരാനായിട്ട് തെർമൽ കുക്കറില്ലേ അതിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് ആ കലം കൂടെ എടുത്തും കണ്ടിട്ട് അതിൽ ഇറക്കി വെച്ചു. അപ്പോൾ പിന്നെ ഒരു ഏകദേശം 3/4 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ പൊന്തി കിട്ടും കേട്ടോ. അതിൽ വെച്ചില്ലെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യാം. പോത്തും കൂടി നന്നായിട്ട് പൊന്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ചിക്കൻ വെച്ചിട്ടുള്ള ചെറിയൊരു ഇസ്റ്റു കറിയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില എടുക്കാൻ മറക്കണ്ട. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പം ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ചെയ്യണ നേരം കൊണ്ട് അലക്കാനായിട്ടിട്ടുണ്ടെങ്കിൽ അലക്കും കൂടെ കഴിയില്ല. അതിനൊപ്പം കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ ആഴ്ച വലിയ അലക്കലോ പരിപാടിയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം അലക്കാനുണ്ട്. എങ്ങനെയായാലും 2 ലോഡ് മിഷനിലും ഉണ്ടാവും. ഏകദേശം 2 ലോഡിൻ്റെ അത്രയൊക്കെ തന്നെ കല്ലും അലക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യത്തെ റൗണ്ട് ഇട്ടു. ചേട്ടൻ്റെ പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം തുണികൾ ഇടാൻ പറ്റില്ല. 2 പാൻറ്റ് ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പാൻറ്റ് തന്നെ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ലോഡാവണ പോലെ. അപ്പോൾ അത് കാരണം അങ്ങനെയാണ് ഞാൻ ഇടുക കേട്ടോ. പിന്നെ ലിക്വിഡാണ്, അതൊഴിച്ച് കണ്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ടാണ് ഒഴിച്ച് അത് ഓണാക്കിയിട്ടിട്ട് പോന്നു. ഇതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് സവോള തക്കാളി പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലുള്ളതാ എല്ലില്ലാത്തതാ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ചെമ്മീനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു 5-10 പീസ് ഇടുക. അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറുമയൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണ്ട, നമുക്ക് വെള്ള കളറിലിരുന്നോട്ടെ കുറുമക്കറി.
അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് 1-2 വിസിലടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചോറ് തിളപ്പിച്ച് വെക്കാമെന്ന്. മുറ്റത്ത് ആക്കാനൊന്നും പോയില്ല കേട്ടോ, നല്ല വെയിലാണ് മുറ്റത്ത്. ഇനിയിപ്പോൾ അത് പോയിരുന്ന് വയ്യാണ്ടാവും. അപ്പോൾ കൂടുതൽ വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ എഡിറ്റിങ് ചെയ്യാനുണ്ട് കേട്ടോ. ഫോൺ അങ്ങോട്ട് നിറഞ്ഞു, സ്ഥലമില്ലാണ്ടായി. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് ഒന്നും ഡിലീറ്റ് ചെയ്യാണ്ട് ഷോർട്ടായിട്ട് എഡിറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പണികളുണ്ട് കേട്ടോ. നന്നായിട്ട് ജോലിയുള്ള, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യണ ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അരിയൊക്കെ കഴുകി ഒന്ന് ഇളക്കിങ്ങാട്ട് അത് അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ ഇനി ഞാൻ വിചാരിച്ചു വാഴ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ ഇന്നലെ. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. അത് നാളെ വരും കേട്ടോ. ഇന്നലത്തെയും അങ്ങനെ കുറച്ച് വീഡിയോ അത് നാളെ പറയാം വിശേഷം. അപ്പോൾ നമ്മുടെ അന്ന് ഒരു കുഞ്ഞ് കായക്കൊല കുളച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെട്ടിയെടുത്തപ്പോൾ കുഞ്ഞ് വാഴപ്പിണ്ടിയാണ്, അത് കുഞ്ഞ് കായക്കൊലയില്ല. എന്നെ പൊളിച്ച് വന്നപ്പോൾ എന്താ പറയുക, ട്യൂബ്ലൈറ്റിൻ്റെ അത്രേ വണ്ണം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാനത് എടുത്തു കളയാനൊന്നും പോയില്ല കേട്ടോ. വാഴപ്പിണ്ടിയൊക്കെ കിട്ടാനായിട്ട് കുറേ കൊതിച്ചിട്ടുണ്ട് തൃശ്ശൂർ വെച്ചിട്ട്. എവിടെ നിന്ന് കിട്ടാനാണ് ഇവിടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും കളയാറില്ല. പരമാവധി അതൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അതൊക്കെ പൊളിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇറക്കി വെച്ച് നമ്മുടെ മാവ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് പൊന്തിയെന്നൊന്നും പറയാനില്ല, എന്നാലും ആവശ്യത്തിനുള്ള പൊന്തി കിട്ടിയിട്ടുണ്ട്. പഞ്ഞപ്പം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്താൽ മതി. അതിലേക്ക് 2-3 തവി കോരി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ കുമ്മിളകൾ വരണ വരെ തുറന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് കുമ്മിളകൾ ഫുള്ളായിട്ട് വന്നതിന് ശേഷം, ഇത്രയ്ക്കല്ല, ഫുള്ളായിട്ട് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് ഹോളുകളൊക്കെ ആയിട്ട് അടിപൊളി പഞ്ഞിയപ്പം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ വെള്ളയപ്പത്തിൻ്റെ പോലെ കുറേ നേരം ഉണ്ടാക്കൊന്നും വേണ്ടല്ലോ. ഇത് ഒരെണ്ണം കിട്ടിയാൽ മതി, എല്ലാവർക്കും വയറ് നിറയും. കുറുമക്കറിയിലേക്കുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 5-6 കശുവണ്ടിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഇത്തിരി കുരുമുളക്, ഒരു 2 നുള്ള് പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ ഇടുമ്പോഴാണ് കേട്ടോ ഇതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നാളികേരം അരച്ചത് ഒഴിക്കുമ്പോൾ എന്തായാലും നല്ല കട്ടിയുള്ളതല്ലേ, ഇത്തിരി വെള്ളം ഒഴിക്കണം. പക്ഷെ അത് കഴിച്ചിട്ട് വെള്ളം പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറുമക്കറി കുറുതായി തന്നെ ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാനതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. കറിവേപ്പില ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ചേട്ടൻ കറിവേപ്പില അങ്ങനെ അങ്ങോട്ട് മേടിക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് അടിപൊളി കുറുമക്കറി അങ്ങനെ ആയി. നമ്മുടെ പഞ്ഞിയപ്പം അങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയില്ല, ഓരോന്ന് പോരെ. അങ്ങനെ കണ്ടില്ല, നിറച്ച് ഹോളുകളായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളാം. ഇതുപോലെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ 5-6 പീസ് ചിക്കൻ ഇതിലേക്ക് ഇട്ടാൽ മതി. ബീഫായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പോർക്കായാലും അതിൻ്റെ നല്ല ഇറച്ചി ഭാഗം നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി 9-9:30 ആയിട്ടാണ് സൺഡേയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പിള്ളേർ വരുള്ളൂ. അത് കാരണം കൊണ്ട് സൺഡേയിൽ നേരത്തെ എഴുന്നേൽക്കണം, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തിന് എനിക്കുമ്പോൾ ഒരു വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ അങ്ങനെ വിശന്നുണ്ടെങ്കിൽ അവൻ പോയി പാല് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഇത്തിരി ബൂസ്റ്റ് ഇട്ട് കഴിച്ചോളാം. പണ്ടൊക്കെ ഒരു തുള്ളി പാല് കുടിക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് പാലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അവിടെ ഇന്ന് പഠിക്കുകയായിരുന്നു തോന്നുന്നു. പഠിക്കലും മൊബൈലും നോക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ വാതിൽ തുറന്ന് നോക്കും, വാതിൽ കുറ്റിയിടാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നാലും നമ്മുടെ കണ്ടുപിടിച്ചിട്ടൊക്കെ നോക്കണമൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ശ്രദ്ധിക്കുക, അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ വേഗം വന്നിട്ട് അലക്കാനായിട്ട് നിന്നു കേട്ടോ. തുണികൾ ഉണങ്ങി കിട്ടണ്ടേ ഇന്ന് തന്നെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അടുക്കളയിൽ ഇനി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, എന്നാൽ കൂടി ഞാൻ അലക്കാൻ നിന്നു. 2 ലോഡ് മെഷീനിലിട്ടത് ശ്രീകുട്ടനെ കൊണ്ട് വിരിച്ചിടാൻ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഞാൻ വിരിച്ചിടാനായിട്ട് മുകളിലേക്ക് കയറാൻ നിന്നില്ല കേട്ടോ. ഞാനിവിടെ അലക്കാനും പണികൾക്കൊക്കെ നിന്നു. പിന്നെ ഇനി മുകളിലിടാനുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ ഇത് നല്ല എൻ്റെ ഡ്രസ്സുകളാണ്. അപ്പോൾ പിന്നെ അവിടെ വെയിലും അല്ലേ, അപ്പോൾ ഇവിടെ ഒരു അഴയ്ക്ക കെട്ടി തന്നു ചേട്ടനോട് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ തുണികൾ വിരിച്ചിട്ടു കേട്ടോ. പക്ഷേ ഇവിടെ ഇട്ടത് വൈകുന്നേരം ആവുമ്പോഴേക്കും ഉണങ്ങിയില്ല കേട്ടോ. നല്ല തണലല്ലേ. ചേട്ടൻ്റെ അടുത്ത മാവ് അവിടെ നിൽക്കുന്നുണ്ട്. നല്ലോണം മാങ്ങ മാവൊക്കെ കേട്ടോ. മാങ്ങ ഉണ്ടായാലൊക്കെ നമുക്ക് പൊട്ടിക്കാം. നല്ല തണലാണ് കേട്ടോ ആ മാവ് ഉള്ള കാരണം കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ മല്ലിപ്പൊടി കുറേ നാളെ പൊടിപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിലാണ് വെച്ചിരിക്കണത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഈ കുപ്പികളിലേക്ക് ആക്കിയിട്ട് മാറ്റിയിടാണ്. അപ്പോൾ ആദ്യത്തെ
ചേട്ടൻ നല്ല പേരയ്ക്ക് മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ പേരയ്ക്ക് മുറിച്ചിട്ട് ഒരു പീസ് കൊണ്ടുവന്നതാണ്. ഞാൻ കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ അവൻ്റെ വക എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്ന് തരും. അവൻ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എന്താ പറയുക, എന്തെങ്കിലും എടുക്കുമ്പോൾ അച്ഛമ്മയ്ക്ക് അച്ചാച്ചനും കൊണ്ടു കൊടുക്കുന്നത് ആദ്യത്തിനായിരിക്കും. കുഞ്ഞിലേ തുടങ്ങി അവൻ്റെ കയ്യിലാണ് ഞാൻ എന്ത് സാധനം വിളമ്പിയിട്ട് കൊടുത്തയക്കുക കേട്ടോ. കുഞ്ഞ് സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ കൊടുത്തയക്കുക അവൻ്റെ കയ്യിലാണ്. പിന്നെ അവൻ തന്നെ പഠിച്ചു കേട്ടോ. ഒരു മിഠായി എടുത്താലും എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കാൻ അവൻ അങ്ങനെ ആ ശീലം പഠിച്ചു. നമ്മളങ്ങനെ പഠിപ്പിക്കുന്നതാണ്. കുഞ്ഞിലേ തുടങ്ങി പഠിപ്പിച്ചാലാണ് അതൊക്കെ അവർ ശീലിക്കുക കേട്ടോ, കൊടുക്കാനൊക്കെ പഠിക്കുക. പിന്നെ ഇതേ ബാക്കിയുള്ള മാവ് ഞാനൊരു ഡപ്പയിലേക്ക് ഒഴിച്ച് വെച്ചു. ബാക്കിയുള്ള കുറുമക്കറിയും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ഡപ്പയിലേക്ക് ആക്കി വെച്ചു കേട്ടോ. അത് ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചില്ല. പിന്നെ മാവും വെച്ചില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് പൊന്താനുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അലക്കാനും അതിനിടയ്ക്ക് ബാക്കിയുള്ള പണികൾക്കും ഒക്കെ പോയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് പാത്രങ്ങൾ കഴുകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഒരുമിച്ച് തന്നെ കഴുകി. വലിയ പാത്രങ്ങളാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ് നിറയെ തോന്നുന്നത്. പാത്രങ്ങൾ എണ്ണത്തിലധികമൊന്നുമില്ല, പക്ഷേ വലുപ്പത്തിലുള്ള കാരണം കൊണ്ട് കുറേ അങ്ങനെ കിടക്കുന്നത് പോലെ തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ വാഷൊക്കെ എന്നൊന്നും ഞാൻ ഊരിയൊന്നും കഴുകണ പരിപാടിയൊന്നും എനിക്കില്ല. പക്ഷേ ഒഴിവുള്ള ദിവസം നന്നായിട്ട് ഊരി എല്ലായിടത്തും അങ്ങനെ ഒക്കെ കഴുകും കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ എന്താ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ ലിവർ വരട്ടാനായിട്ട് വെച്ച് കാണും. ആദ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച പിടിച്ചത് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് എന്താ പറയുക, നാളികേരക്കൊത്തിട്ട് അതൊന്ന് വാടിയ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളിയും കൂടി ചതച്ചത് അതിലിട്ട് കൊടുത്ത് മൊരിഞ്ഞതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ കേട്ടോ. ഒരു ഇത്തിരി ജീരകത്തിൻ്റെ പൗഡർ, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ലിവർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും, അത് കാരണം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ചാൽ മതി. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ കേട്ടോ. ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മൂടി അവിടെ ഇരിക്കട്ടെ. പിന്നെ അതാ ചേട്ടൻ വാഴപ്പിണ്ടി അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മുഴുവൻ അരിഞ്ഞു വെച്ചാൽ കനം കുറഞ്ഞ വാഴപ്പിണ്ടി ആയിരുന്നു. മുഴുവൻ അരിഞ്ഞിട്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പകുതി ഞാൻ എടുത്തുങ്ങാണ്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നാളെ എനിക്ക് മുതിരിയിട്ട് വെക്കാനായിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം മുതിരിയിട്ട് വെക്കേണ്ടതാണ്. ചേട്ടനെ കൊണ്ട് ഇന്ന് തന്നെ മുതിര വാങ്ങിപ്പിച്ചിട്ട് നാളെ മുതിരി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പിട്ടിട്ട് തോരൻ പോലെയാട്ടോ വെക്കണത്. കുക്കറിലടിച്ചിട്ട് ആകെ കുഴഞ്ഞു. അപ്പോൾ കൂട്ടുകാർ കുക്കറിൽ അടിക്കാണ്ടിരിക്കുകയും കുറച്ച് നാൾ, അല്ലെങ്കിൽ പിന്നെ ഒറ്റ വിസിലടിച്ചിട്ട് അപ്പം തന്നെ തുറക്കുക. ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരുന്നോളും. അതിൻ്റെ കൂടെ കുറച്ചും കൂടി പരിപ്പിട്ട് ഉപ്പിട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് 2 വിസിലടുപ്പിച്ചു കേട്ടോ. ഞാൻ 2 വിസിലടുപ്പിക്കേണ്ട, ഒറ്റ വിസിലടിച്ച് എയർ നമ്മൾ തന്നെ കളഞ്ഞിട്ട് തുറന്നെടുത്താൽ മതി. അപ്പോൾ വേവ് കൂടില്ല. പിന്നെ അതാ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് നാളികേരം, പച്ചമുളക്, ഒരു പകുതി സവോള, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ജീരകം ഇടണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിവർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും സവോളയും കൂടി ഇട്ടു. തക്കാളിയേക്കാളും ടേസ്റ്റ് ലെമണാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ലെമൺ ഉണ്ടായിരുന്നു, മറന്നുപോയി. അത് കാരണമാണ് ലെമൺ ഒഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തക്കാളിയേക്കാളും. അപ്പോൾ കൂട്ടുകാർ അങ്ങനെ ചെയ്യുക. അതൊക്കെ മാറ്റി വെച്ച് ചീനച്ചട്ടി കഴുകിയെടുത്ത് ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ ഈ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം ആവണം. ഇതിലേക്ക് ഇത് വേവിച്ച് വെച്ച വാഴപ്പിണ്ടിയും പരിപ്പും കൂടി എടുത്തു. ഉപ്പേരി പരിപ്പാണ് കേട്ടോ ഇടേണ്ടത്, പീസ് പരിപ്പ്. പക്ഷേ എൻ്റെ കയ്യിൽ സാധാ പരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുഴഞ്ഞു പോയത്. പിന്നെ വേവ് ഒത്തിരി കൂടി. അപ്പോൾ കുഴഞ്ഞൊക്കെ ഇരുന്നും, കറിവേപ്പിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂട്ടുകാർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയോളാം. കുറച്ചെടുത്ത് വെച്ച് നോക്കിയാൽ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നന്നായിട്ട് വയ്ക്കാമല്ലോ. ആരും അപ്പോൾ ചോറ് കഴിച്ചില്ല, എല്ലാവരും ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിക്കാം. ഇന്ന് ഇത്ര ലെങ്തി ആയില്ലേ വീഡിയോ, അതുകൊണ്ട് കാണിക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് അടിക്കാൻ ഒട്ടും മറക്കരുത്, കമൻറ്റ് എഴുതാനും മറക്കരുത്. നാളെ രാവിലെ 9 മണിക്ക് കാണാം.